മുസ്ലിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഇത് അറിയാൻ തുടങ്ങി. അന്നേരം മുസ്ലിങ്ങൾക്ക് അത് നാണക്കേടുണ്ട്. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വിഷയത്തിൽ നാണക്കേട് തന്നെ നിങ്ങൾക്ക് നാണക്കേട് വേണം. എന്നിട്ട് പറയണം, ആ വ്യക്തികളെ പോലെ 1000 വ്യക്തികൾ വേണം. എന്നിട്ട് സുപ്രീം കോടതിയിൽ ഒരുമിച്ച് ഒരു പെറ്റീഷൻ എഴുതി കൊടുക്കണം, ഇതുപോലെയുള്ള ആയത്തുകൾ ഖുറാനിൽ നിന്ന് മാറ്റാൻ പറയാൻ. ഒരു വ്യക്തിയെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പറ്റത്തില്ല. അതല്ലെങ്കിൽ നിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കുക. ഞാൻ വായിക്കാം, കേട്ടോ. സൂറ 5:33. അള്ളാഹുവോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. അതവർക്ക് ഇഹലോകത്തിലുള്ള അപമാനമാകുന്നു, പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയും ഉണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒന്നോ രണ്ടോ അല്ലെന്നേ, ഇത് ഒന്നോ രണ്ടോ അല്ല. ഒരു 15 മിനിറ്റ് എനിക്ക് തരാമെങ്കിൽ ചുരുങ്ങിയത് 40-ലധികം ജിഹാദിന് ഇതുപോലെയുള്ള ആഹ്വാനങ്ങൾ പറയുന്ന ഖുറാൻ വേഴ്സസ് ഞാൻ എടുത്തു തരാം. Give me 15 minutes. ഞാൻ 50 തരാം ബൈബിളിൽ നിന്ന്. അതുകൊണ്ടാണല്ലോ ബൈബിളിന്റെ മൂല്യങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിലോട്ടൊക്കെ അങ്ങ് ഇടിച്ചു കയറി പോകുന്നത്, ശരണാർത്ഥിയായിട്ടും അഭയാർത്ഥിയായിട്ടും സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ കൊലയും നടത്തിയത് ക്രിസ്ത്യാനികളാണ്. തെളിവാണ്, നമുക്ക് ഡിബേറ്റ് നടത്തുന്നുണ്ടോ? ലോകത്ത് ഏറ്റവും കൂടുതൽ അതാണ് ഞാൻ പറഞ്ഞത്. ഞാനാണ് മ്യൂട്ട് ചെയ്തത്, ഞാനാണ്, ആരും മൈക്ക് എടുക്കല്ലേ. എക്യു ബ്രദറെ, നിങ്ങളുടെ പ്രസന്റേഷൻ കംപ്ലീറ്റ് ചെയ്യൂ, പല്ലി വാലെ പിടിക്കല്ലേ. ഓക്കെ, കംപ്ലീറ്റ്. അല്ല, ഞാൻ പ്രതീക്ഷിച്ചോണ്ടിരിക്കുവായിരുന്നു ഈ ബാലൻസ് കൊണ്ട് ആരും വരുന്നില്ലല്ലോ. ബാലൻസ് ഒന്നും പിടിക്കണ്ട. ഞാൻ മോഡി മൈക്ക് എടുക്കല്ലേ, ജെ കെ ബ്രദർ ആരും മൈക്ക് എടുക്കല്ലേ, ഞാൻ മോഡി ചെയ്തോളാം. ഒറ്റ മിനിറ്റ്. എക്യു ബ്രദറെ, നിങ്ങൾ പറയാനുള്ള കാര്യം കംപ്ലീറ്റ് ചെയ്യൂ. വേറെ ആരും മൈക്ക് എടുക്കാണ്ട് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പറയാനുള്ള കംപ്ലീറ്റ്, അതിനുശേഷം തലോടിക്ക് അവസരം തരും. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളോടുള്ള ബന്ധത്തിൽ ഖുറാൻ എഴുതി വെച്ചേക്കുന്ന കേക്ക് സൂറ 9:29. അത് ക്രിസ്ത്യാനികളെ കുറിച്ചും യഹൂദന്മാരെ കുറിച്ചും പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാ. കേക്ക് എന്തുവാന്ന്. ഇത് പാവം മുസ്ലിങ്ങൾക്ക് അറിയത്തില്ല. എത്ര നാളും അറബിയിൽ ഓതിയത് കൊണ്ട് ഇതിനകത്ത് എന്താന്ന് മലയാള ഭാഷയിൽ അവർക്ക് മനസ്സിലായില്ലായിരുന്നു. ഈണത്തിൽ ഓതി നല്ല ഏതാണ്ട് ഭക്തിസാന്ദ്രമായ കാര്യങ്ങളാന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇപ്പൊ മലയാളത്തിലേക്ക് പരിഭാഷ വന്നതിന് ശേഷം ഇതിനകത്തൊക്കെ നാണക്കേട് വരാൻ തുടങ്ങിയത്. അന്നേരം അന്വേഷിക്കുന്ന ഇത് ഞങ്ങളുടെയിൽ മാത്രമല്ല നിങ്ങളുടെയിലും ഉണ്ടെന്നും പറഞ്ഞു. അതുകൊണ്ട് മുസ്ലിങ്ങളൊക്കെ ഇപ്പൊ അഫ്ഗാനിസ്ഥാനും സിറിയയും ഒക്കെ വിട്ട് ക്രൈസ്തവ മൂല്യങ്ങൾ നിലനിൽക്കുന്ന യൂറോപ്യൻ കൺട്രീസിലോട്ടോ ഓസ്ട്രേലിയയിലോട്ടോ അമേരിക്കയിലോട്ടോ കാനഡയിലോട്ടൊക്കെയാണ് പോകുന്നത്. അവിടെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട്. കേട്ടോ, വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ ബ്രാക്കറ്റില് ക്രൈസ്തവരും യഹൂദരും, വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക, അവർ കീഴടങ്ങി കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ കീഴടങ്ങി കയ്യോടെ കപ്പം കൊടുത്ത് ജീവിച്ചോണം. ആരുടെ കാര്യം പറയുന്നേ? യഹൂദരും ക്രൈസ്തവരും. എന്താണ് അവർ ചെയ്ത? അവരുടെ മേലിൽ ആരോപിക്കപ്പെടുന്ന കാരണം എന്താ? ഒന്ന്, അള്ളാഹുവിൽ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നില്ല. 2, അള്ളാഹുവും അവന്റെ ദൂതനും അതായത് മുഹമ്മദും നിഷിദ്ധമാക്കിയത് അവര് നിഷിദ്ധമായി കാണാൻ അവർ കൂട്ടാക്കുന്നില്ല. 3, സത്യമതത്തെ മതമായി അവര് സ്വീകരിക്കുന്നില്ല, എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തെ. അവരോട് എന്ത് ചെയ്യാനാ പറയുന്നത്? യുദ്ധം ചെയ്തോളാൻ. ഞാൻ ചലഞ്ച് ചെയ്യാ. തലോടി മൈക്കെടുത്തല്ലോ. പറഞ്ഞോട്ടെ. പറഞ്ഞു തീർക്കട്ടെ. ബൈബിളില് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. തലോടിയാണ് എടുക്കുന്നത്. എക്യുപ്പ് പറഞ്ഞ ശേഷം തലോടി ന്യൂ ടെസ്റ്റ്മെന്റില് അല്ലെങ്കിൽ യേശു പഠിപ്പിച്ച കാര്യം പറ. ഇതേപോലെ ഒന്ന് പറഞ്ഞ. എന്റെ സഹോദര എക്യുപ്പ്, നിങ്ങൾ ഈ വിഷയം മാറ്റല്ല. ഈ വിഷയത്തിൽ നിൽക്കുക. യേശു പുതിയ ഇതാണ് നിങ്ങളുടെ ബൈബിളിലോട്ട് പോകാനല്ല. ഈ വിഷയത്തിൽ നിന്ന് സിറിയൻ ജനസൈഡ്, ഇസ്ലാമോഫോബിയ, എമുക്കളുടെ ഇരട്ടത്താപ്പ്. എങ്ങോട്ടൊക്കെ ചാടിപ്പോയിക്കൊണ്ടിരുന്നു. മൈക്ക് എടുക്കല്ലേ. ഇത് ഇസ്ലാമോഫോബിയ അല്ല, ഇത് റീസണബിൾ ഫിയർ ആണ്. ഇസ്ലാം എവിടെയെല്ലാം ഒരു കൺസിഡറബിൾ നമ്പർ ആയിട്ടുണ്ടോ ആ ദേശത്തെ കുട്ടിച്ചോറാക്കിയിട്ടുണ്ട്. ഇത് കൺസിഡറബിൾ
ശരിക്കും റീസണബിൾ ആയിട്ടുള്ള ഇത് തന്നെയാണ്. കാരണം ഇവരുടെ പുസ്തകത്തിൽ ഇങ്ങനെ ചെയ്യാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മലയാളത്തിലും കൂടെ വായിച്ച് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. മലയാളത്തിൽ IPCR പബ്ലിഷ് ചെയ്ത പുസ്തകത്തിൽ എഴുതി വെച്ചാൽ എന്താ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണ്. നിങ്ങൾ ഇവിടെ ഇങ്ങനെ അല്ല, എനിക്കിനി ഒരു 3 മിനിറ്റോടെ മതി, 3 മിനിറ്റോടെ മതി. ഞാൻ 15 മിനിറ്റാ ചോദിച്ചത്. എനിക്കിനി 5 മിനിറ്റ് പോലും വേണ്ട, എനിക്കൊരു 3 മിനിറ്റ്. വൃത്തികേടാണ് ബ്രദറെ. 3 മിനിറ്റ് കോൺവെർസേഷൻ ആണെങ്കിൽ അല്ല, നിങ്ങൾ ഇവിടെയും എനിക്കറിയാതെ